ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടക്കുകയാണ്. ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോയാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഓംസ് ലോ. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അറ്റ് കോൺസ്റ്റൻറ്റ് temperature, at a constant temperature, the current flowing through a conductor is directly proportional to potential difference between the ends of the conductor. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. കാണുമ്പോൾ ഒരു 3-4 ലൈനുണ്ട്. കാര്യം വളരെ സിമ്പിളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെ പഠിക്കാൻ സാധിച്ചാൽ നല്ലത്. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഇതിന് താഴെ നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതാം. അത് എഴുതാൻ ശ്രമിക്കാം. അതിന് മാർക്ക് കിട്ടുമോ നമുക്ക് ഉറപ്പില്ല. എന്നാലും ഓംസ് ലോ ഇങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ 2 അഗ്രങ്ങളിലുമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒഴുകുന്ന കറണ്ടും കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ V ഈസ് ഈക്വൽ ടു IR എന്നാണ് എഴുതേണ്ടത്. ഇതാണ് ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇതിലേക്ക് നമ്മൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് V പ്രൊപ്പോർഷണൽ ടു I എന്നാണ് എഴുതേണ്ടത്. അവിടുന്ന് V ഈസ് ഈക്വൽ ടു IR അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ V ഈസ് ഈക്വൽ ടു R ഇൻറ്റു I. അവിടെ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി റിലേഷനെ ഇക്വേഷനാക്കി മാറ്റാനായി ഉപയോഗിച്ച കോൺസ്റ്റൻ്റാണ് ശരിക്കും R അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അത്രയും ഡീറ്റെയിൽസ് വേണമെന്ന് നിർബന്ധമില്ല. ഓംസ് ലോയുടെ ഇക്വേഷൻ ഇതാണ്, V ഈസ് ഈക്വൽ ടു IR. ഇനി ക്വസ്റ്റ്യനിൽ ഓംസ് ലോ എന്നൊരു പരാമർശമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് എഴുതാവുന്ന ഓംസ് ലോയുടെ ഇക്വേഷനാണിത്, V ഈസ് ഈക്വൽ ടു IR. ഇവിടെ നമുക്ക് അല്പം റീഅറേഞ്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ R ഈസ് ഈക്വൽ ടു V ബൈ I എന്ന് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഓംസ് ലോ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനുള്ള അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ തന്നെ ജനറൽ ഇക്വേഷനായ V ബൈ I എന്നുള്ള ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസിന് ഒരു യൂണിറ്റ് എഴുതാൻ പറ്റും. മുകളിൽ പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് വോൾട്ട്, പെർ ഡിനോമിനേറ്ററിൽ കറണ്ടാണ്, അതുകൊണ്ട് ആംപിയർ. അപ്പോൾ വോൾട്ട് പെർ ആംപിയർ എന്നൊരു യൂണിറ്റ് എഴുതാം. പക്ഷേ SI യൂണിറ്റായിട്ട് നമ്മൾ എഴുതുന്നതല്ല, ഓമാണ്. സിമ്പൽ ഇങ്ങനെ. അപ്പോൾ ഓംസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് അറിയണം, ഇക്വേഷൻ അറിയണം, റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളൊരു ഇക്വേഷൻ അറിയണം, അതുപോലെ റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റായ ഓം എന്താണെന്നും അറിയണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സമയം കളയുന്നില്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഓക്കെ, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചവർക്ക് ഒരു കൺഫ്യൂഷൻ വരാം. തൊട്ട് മുൻപിൽ പറഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞത് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണെന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ്പ്രഷൻ ഫോർ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വാക്ക് അഡീഷണൽ വന്നുള്ളൂ. ഈ ഇക്വേഷൻ പറഞ്ഞപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റെസിസ്റ്റൻസ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ജനറൽ ഇക്വേഷനാണ്. എന്നാൽ ഇത് നിങ്ങളുടെ കൈവശം തന്നിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെയോ ചെമ്പിൻ്റെയോ അല്ലെങ്കിൽ നിക്രോമിൻ്റെയോ ഒരു വയറിൻ്റെ കഷണം, ആ കഷണത്തിന് എന്ത് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? നിങ്ങളുടെ കൈവശം തന്നിരിക്കുന്ന ഒരു വയറിൻ്റെ, കണ്ടക്റ്റിംഗ് വയറിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ ആ വസ്തുവിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ. ഇക്വേഷൻ വളരെ സിമ്പിളാണ്, നോക്കിക്കൊള്ളുക.
ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതാണ് ഇക്വേഷൻ. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതിൽ നമുക്ക് പരിചിതമില്ലാത്തയാൾ റോയാണ്. റോ ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. അതായത് നമ്മുടെ കൈവശം വന്നിരിക്കുന്ന ആ കണ്ടക്റ്റിംഗ് വയർ എന്ത് വസ്തു കൊണ്ട് നിർമ്മിച്ചതാണ്? ഇരുമ്പാണോ, ചെമ്പാണോ, നിക്രോമാണോ, പ്ലാറ്റിനമാണോ, അങ്ങനെ ഏത് വസ്തു കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ വസ്തുവിൻ്റെ ഒരു കോൺസ്റ്റൻ്റാണ് റോ അഥവാ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾക്കറിയാം. എൽ കണ്ടക്ടറിൻ്റെ ലെങ്താണ്, അല്ലെങ്കിൽ ആ വയറിൻ്റെ ലെങ്താണ്. എ ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. റെസിസ്റ്റൻസിൻ്റെ മാത്രമാണ് ഇക്വേഷൻ എങ്കിൽ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, ആ വ്യത്യാസം തിരിച്ചറിയുക. അടുത്ത ക്വസ്റ്റ്യൻ ഈ മുകളിൽ തന്നിരിക്കുന്ന ചോദ്യത്തോട് അല്ലെങ്കിൽ ഈ ഇക്വേഷനോട് വളരെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? മുമ്പ് നമ്മുടെ കൈവശം തന്ന ആ വയറിൻ്റെ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. ഇപ്പോൾ കീവേഡ് എന്ന് പറയുന്നത് കണ്ടക്ടറുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്നതെന്നാണ് പറയുന്നത്. എഴുതുമ്പോൾ നോക്കേണ്ടത് ഇതാണ് ഇക്വേഷൻ. ആ റെസിസ്റ്റൻസ് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണല്ലോ, ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഫാക്ടേഴ്സ് എഴുതാം. 1, മറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ. കാരണം കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ മാറിയാൽ റോ മാറും, റോ മാറിയാൽ ആർ മാറും. അപ്പോൾ ഇത് കറക്റ്റാണ്. രണ്ടാമത്തെ ഘടകം ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ലെങ്ത്. ശരിയാണ്, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, കണ്ടക്ടറിൻ്റെ ലെങ്ത്. മൂന്നാമത്തെ ഘടകം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറിയാലും റെസിസ്റ്റൻസ് മാറും. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ടേം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ലെങ്ത്തിൻ്റെ കാര്യത്തിലോ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ കാര്യത്തിലോ അങ്ങനെയല്ല. ഇവ രണ്ടും കൂടിയാൽ ആർ കൂടും. പക്ഷേ എ കൂടിയാൽ അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആൻസർ. 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നാലാമതായ ഒരു പോയിൻ്റ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. അത് ഓംസ് ലോയിൽ നിന്ന് കിട്ടുന്നതാണ്. ഓംസ് ലോ വർക്ക് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മുടെ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓംസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓർമ്മയിൽ വയ്ക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല, നമ്മൾ കുറച്ച് ഇക്വേഷൻസാണ് എഴുതുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളാം. എക്സ്പ്രഷൻ ഫോർ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറഞ്ഞല്ലോ, ആ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളാം. റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. ഇക്വേഷൻ മനസ്സിൽ വയ്ക്കുക. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനാണ്. ഇനി ആർക്കെങ്കിലും ഇത് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്ത വന്നാൽ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് എഴുതിയായിരുന്നല്ലേ. ഇവിടുന്ന് ആർ എ ഇസ് ഈക്വൽ ടു റോ എൽ എന്ന് എഴുതാമല്ലോ. ഇവിടുന്ന് ആർ എ ബൈ എൽ ഈസ് ഈക്വൽ ടു റോ എന്ന് എഴുതാമല്ലോ. ഇത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കോളൂ. തീർന്നില്ല, നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഒരു എസ് ഐ യൂണിറ്റ് എഴുതാൻ നോക്കാം. എസ് ഐ യൂണിറ്റ് എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോളുക. ഇവിടെ ആർ ഉണ്ട്, അപ്പോൾ ഓം വന്നു. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, മീറ്റർ സ്ക്വയർ. ഇവിടെ ലെങ്ത് ഉണ്ട്, മീറ്റർ. അപ്പോൾ നമ്മൾ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ എന്ന് കിട്ടും. സ്വാഭാവികമായിട്ടും ഓരോ മീറ്റർ ക്യാൻസൽ ചെയ്യും. സോ എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. റെസിസ്റ്റിവിറ്റിയുടെ എസ് ഐ യൂണിറ്റാണ് ഓം മീറ്റർ. ഇതൊക്കെ 1 മാർക്കിന് എവിടെയെങ്കിലും ചോദിച്ചാൽ എഴുതാമെന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മളിതെല്ലാം പറയുന്നത് കേട്ടോ. എക്സ്പ്രഷൻ ഫോർ കണ്ടക്റ്റൻസ്. ഓക്കെ, ആദ്യം എന്താ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് കണ്ടക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. വളരെ സിമ്പിളാണ്, നോക്കിക്കോളുക. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്
ഈസ് കോൾഡ് കണ്ടക്റ്റൻസ്. അതായത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനെയാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ കണ്ടക്റ്റൻസ് G ഈസ് ഈക്വൽ ടു 1/R, അത്രയേ ഉള്ളൂ. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, കണ്ടക്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടക്റ്റൻസിന് ജിക്ക് പകരം സി, ക്യാപിറ്റൽ സിയും ഉപയോഗിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടക്റ്റൻസ് എന്ന വാക്കിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, തീർന്നില്ല. SI യൂണിറ്റ് വേണമല്ലോ. SI യൂണിറ്റ് എഴുതുമ്പോൾ കണ്ടക്റ്റൻസിൻ്റെ കാര്യത്തിൽ 1/Ohm എന്നാണ് കിട്ടുക, അതെങ്കിൽ Ohm⁻⁻1. അതിൽ നമ്മൾ ഓമിനെ നമ്മൾ വാചകത്തിൽ എഴുതില്ലോ OHM. അപ്പോൾ Ohm⁻⁻1നെ ചില കേസുകളിൽ MHO അഥവാ മോ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എ പാർട്ടിൽ മോ ഈസ് ദ യൂണിറ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഡാഷ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. ഇനി അതുമല്ലെങ്കിൽ കണ്ടക്റ്റൻസിന് മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, അതാണ് സീമെൻസ്, ക്യാപിറ്റൽ S. ഇത് പരീക്ഷയ്ക്ക് ഇടക്കാലങ്ങളിലൊക്കെ എ പാർട്ടിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. സീമെൻസ് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ്, കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ത്, സീമെൻസ് എന്ന് എഴുതാം. ഓക്കെ, സീമെൻസ് എന്തിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ്ങും ചേരുംപടി ചേർക്കുക എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇനിയും ക്വസ്റ്റ്യൻസ് വന്നാൽ അവിടെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ലാസ്റ്റത്തേത് എക്സ്പ്രഷൻ ഫോർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതുക. ആദ്യം കണ്ടക്ടിവിറ്റി എന്താണെന്ന് എഴുതാം. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. അതായത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്താൽ കണ്ടക്ടിവിറ്റി കിട്ടി. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി റോ ആണെന്നറിയാം, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു 1/ρ, അപ്പോൾ കിട്ടി കണ്ടക്ടിവിറ്റി സിഗ്മ. SI യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് Ohm⁻⁻1 m⁻⁻1 അല്ലേ. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, മോ m⁻⁻1. കാരണം Ohm⁻⁻1 ഇവിടെ നോക്കൂ, Ohm⁻⁻1നെയാണ് നമ്മൾ മോ എന്ന് വിളിച്ചത്. ഇനി അതുമല്ലെങ്കിൽ സീമെൻസിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ സീമെൻസ് m⁻⁻1 അങ്ങനെയും എഴുതാം, m⁻⁻1. ഓക്കെ, അങ്ങനെയും നമുക്ക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എഴുതാം, സീമെൻസ് m⁻⁻1. കാരണം ഇവിടെ Ohm⁻⁻1, മോ, സീമെൻസ് എന്നൊക്കെ പറയുന്നത് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ്, കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റുകളാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് മനസ്സിൽ വയ്ക്കുക, അവയുടെ യൂണിറ്റുകളും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. റൈറ്റ്, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ആർ ഓമിക് കണ്ടക്ടേഴ്സ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഓമിക് കണ്ടക്ടേഴ്സ്, ഗീവ് എക്സാമ്പിൾ. ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ ചോദ്യം മാത്രമല്ല, ഇതിന് ശേഷം നമ്മളൊരു ചോദ്യം കൂടെ ഡിസ്കസ് ചെയ്യും. അത് രണ്ടും കൂടെ ചേർത്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഒരുമിച്ച് പറയേണ്ട, കൺഫ്യൂഷൻ ആക്കേണ്ടെന്ന് കരുതിയാണ് രണ്ട് ക്വസ്റ്റ്യൻ ആക്കിയത്. 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വാട്ട് ആർ ഓമിക് കണ്ടക്ടേഴ്സ്? ഉത്തരം വളരെ സിമ്പിളാണ്. കണ്ടക്ടേഴ്സ് വിച്ച് ഒബേ ഓംസ് ലോ ആർ കോൾഡ് ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന, അനുസരിക്കുന്ന എല്ലാ കണ്ടക്ടറുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. ഓക്കെ, ഓംസ് ലോ അനുസരിക്കുന്ന എല്ലാ കണ്ടക്ടറുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടർ. ഉദാഹരണം മെറ്റൽസ്, എല്ലാ ലോഹങ്ങളും മെറ്റലുകളും ഓമിക് കണ്ടക്ടേഴ്സാണ്. മറ്റൊരു പ്രത്യേകത പറയാം, ശ്രദ്ധിച്ച് കേട്ടോളുക. നമ്മളൊരു VI ഗ്രാഫ് വരയ്ക്കാമെന്ന് വിചാരിക്കുക. ആരുടെ? ഒരു ഓമിക് കണ്ടക്ടറിൻ്റെ VI ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ വരച്ചപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. സ്ക്രീനിൽ വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പാളിപ്പോവും, അത് ഗ്രിപ്പ് കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് ഓർക്കുക, ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ VI ഗ്രാഫ് വരച്ചാൽ അത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു VI ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് തരം കണ്ടക്ടറാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഓമിക് കണ്ടക്ടറാണ്. അല്ലെങ്കിൽ ഇത് ഏത് തരം മെറ്റീരിയലിൻ്റെ VI ഗ്രാഫാണെന്ന് ചോദിച്ചാൽ മെറ്റലിൻ്റെ ആണെന്ന് പറയണം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിനോടൊപ്പം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അത് നോക്കുക, വാട്ട് ആർ നോൺ ഓമിക് കണ്ടക്ടേഴ്സ്? ആരാണ് നോൺ ഓമിക് അല്ലാത്ത നോൺ ഓമിക് കണ്ടക്ടേഴ്സ്? ഗീവ് എക്സാമ്പിൾസ്. ആൻസർ പതിവ് പോലെ വളരെ സിമ്പിളാണ്. കണ്ടക്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ ആർ കോൾഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അതായത് ഓംസ് ലോ അനുസരിക്കാത്ത കണ്ടക്ടറുകളെ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ അനുസരിക്കുന്നില്ല. എക്സാമ്പിൾ വളരെ പ്രസക്തമാണ് ഇവിടെ. ഡയോഡ്,
നമുക്കറിയാവുന്ന ഡയോഡ് ഒരു നോൺ ഓമിക് കണ്ടക്ടറാണ്. ദെൻ ട്രാൻസിസ്റ്റർ, ഡയോഡുകൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ ട്രാൻസിസ്റ്റർ. സ്വാഭാവികമായിട്ടും ഡയോഡ് നോൺ ഓമിക് ആണെങ്കിൽ ട്രാൻസിസ്റ്ററുകളും നോൺ ഓമിക് ആണ്. മറ്റൊരു കാറ്റഗറിയാണ് ഇലക്ട്രോലൈറ്റ്. നമ്മുടെ കെമിക്കൽ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റുകൾ നോൺ ഓമിക് കണ്ടക്ടറുകളാണ്. ഓക്കെ, ഇനി ഗ്രാഫ് വെച്ച് നോക്കാം. ഒരു നോൺ ഓമിക് കണ്ടക്ടറിൻ്റെ വി ഐ ഗ്രാഫ് വരയ്ക്കുകയാണ്. ലെറ്റ്സ് സേ ഡയോഡിൻ്റെ, ഇതൊരു ഡയോഡ് കണ്ടോ, ഡയോഡിൻ്റെ ഫോർവേഡ് വി ഐ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് വി ഐ ഗ്രാഫ് വരച്ചാൽ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതതിൻ്റെ പ്രത്യേകത. അതിങ്ങനെയായിരിക്കും. ഓക്കെ, ഇത് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫ് പോലെയാണ്. എക്സാക്ട്ലി ഇങ്ങനെയല്ല, ഇങ്ങനെയായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ഡയോഡിൻ്റെ വി ഐ ഗ്രാഫ്, ഫോർവേഡ് വി ഐ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ. ഇത് നോക്കിയാൽ അറിയുന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തതിന് കാരണം ഡയോഡ് എന്ന് പറയുന്ന ഒരു നോൺ ഓമിക് കണ്ടക്ടറാണ്, അഥവാ ഓംസ് ലോ ഡയോഡ് അനുസരിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും ഒരുപോലെ പഠിച്ചു പോകേണ്ട ഒന്നാണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് പഠിക്കരുത്. ചിലപ്പോൾ മിക്സ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി എക്സ്പ്രഷൻ ഷോയിങ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ. ഹെഡിങ് കേൾക്കുമ്പോൾ ഇച്ചിരി വരച്ച് നീട്ടി ഏതാണ്ട് വലിയ സംഭവമാണെന്ന് തോന്നും. അങ്ങനെയൊന്നുമില്ല. ഒരു മെറ്റാലിക് കണ്ടക്ടർ, ഒന്നും വേണ്ട, ഒരു മെറ്റലിൻ്റെ വയർ നിങ്ങളുടെ കൈവശം തന്നിരിക്കുന്നു, മെറ്റാലിക് കണ്ടക്ടർ. അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനോട് ഡിപ്പെൻഡഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ പറയുക. ഓക്കെ, അതൊരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിൻ്റെ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്ന സാധനം അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇക്വേഷൻ അങ്ങനെ പഠിച്ചോളുക. റോ ടി ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് T0. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ കുറച്ച് കാണുമ്പോൾ കുറച്ച് ചൊറയായിട്ട് തോന്നും, രസമാണ്. റോ ടി ഏതെങ്കിലും ടി എന്ന ടൈമിൽ, ടെമ്പറേച്ചറിൽ, ടി എന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റാലിക് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനാണ് എഴുതുന്നത്. റോ ടി ഈസ് ഈക്വൽ ടു റോ 0, ടെമ്പറേച്ചർ 0 ആകുമ്പോൾ അല്ലെങ്കിൽ റെഫറൻസ് ടെമ്പറേച്ചർ ആകുമ്പോൾ, ഇൻറ്റു 1 പ്ലസ് ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ താഴെ എഴുതാം. ആൽഫ ഈസ് ദി ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, ആൽഫയുടെ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ മെറ്റീരിയൽസിനും ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു ടി മൈനസ് T0, അതായത് ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ മൈനസ് റെഫറൻസ് ടെമ്പറേച്ചർ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഇക്വേഷൻ എഴുതുവാനും ആൽഫ എന്താണെന്ന് പറയുവാനും ഒക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ ഡിസ്കഷനിലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയത്. നമുക്ക് 1 മാർക്കാണ് ഓരോ ചോദ്യത്തിൽ നിന്നും കിട്ടേണ്ടത്. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നമ്മളതിനെ കാണുന്നത് 4 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിന്ന് എങ്ങനെ 4 ഓരോ മാർക്കുകൾ വാങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും ഒഴിവാക്കുന്നില്ല, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്പം ഫാസ്റ്റായിട്ട് പഠിച്ചോളാം, നമുക്കധികം സമയമില്ല. ഓക്കെ, അതുപോലെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ചാപ്റ്ററുകളും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സാധിച്ചൊന്നും വരില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ടൊരു 36 മാർക്കോളം മേടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററുകൾ ആദ്യം ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം പഠിച്ചതിന് നന്ദി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.